നമ്മുടെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർഷങ്ങളായിട്ട് നമ്മുടെ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ വളരെയധികം വ്യത്യാസങ്ങൾ വന്നു. ഇപ്പം എൻ്റെ ഒരു അറിവിൽ വെച്ചിട്ട് ലാസ്റ്റ് ഒരു 10 വർഷമായിട്ട് ഫുഡിൽ ആൾക്കാർ കഴിക്കുന്ന ഫുഡ്, അതുപോലെ തന്നെ ഓരോരോ ഫംഗ്ഷനുകൾ നമ്മൾ പോകുമ്പോൾ, നമ്മൾ ഫംഗ്ഷനുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ, നമ്മൾ വീടുകളിൽ, അപ്പോൾ ഇതിലൊക്കെ ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ രീതിയിലുള്ള ഫുഡ് ഇപ്പോൾ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഫുഡ് കിട്ടാനുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക്. അതെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ നമ്മളിപ്പോ എന്തായാലും കാലം നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് വരുന്നുണ്ട്. പക്ഷെ നോക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻസ് വരുമ്പോൾ ബെറ്റർ ഓപ്ഷൻ മീൻസ് നല്ല ഓപ്ഷൻസിനേക്കാളും കൂടുതൽ മോശമായ ഓപ്ഷൻസ് ആണ് വരുന്നത്. നമ്മൾ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിലും ഫുഡ് ഹാബിറ്റ്സ് ആൾക്കാരുടെ മോശമുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ എന്താ, ഒന്ന് ഫുഡ് ഈസിലി ആക്സസിബിൾ ആണ്. രണ്ടാമത്തെ കാര്യം ഫുഡ് ഈസിലി ആക്സസിബിൾ ആണ്. അതർ ദൻ ദാറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫുഡിന്റെ ക്വാളിറ്റിയിലാണ് പ്രശ്നം. വളരെ ചീപ്പായിട്ടുള്ള ഓയിൽ, ചീപ്പായിട്ടുള്ള ലൈക്ക് മൈദ, ഹൈലി ഷുഗറി ആയിട്ടുള്ള ഫുഡ്സ് ആണ് ശരിക്കും ഏറ്റവും വലിയ പ്രശ്നം. ഞാനൊരു റീസെന്റ് ഒരു വീഡിയോ ഉണ്ടായിരുന്നു യൂട്യൂബിൽ. അതിലെന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ ജപ്പാന്റെ ഒരു കമ്പാരിസൺ ആയിരുന്നത്. അതില് പറയണ്ടായിരുന്നു വെച്ചാൽ അമേരിക്കൻ സൂപ്പർ സ്റ്റോഴ്സ് ഇല്ലേ എന്ന് വെച്ചാൽ അവിടുത്തെ കൺവീനിയൻസ് സ്റ്റോഴ്സിലും ജപ്പാനിലെ കൺവീനിയൻസ് സ്റ്റോഴ്സിലും കിട്ടുന്ന ഫുഡിൽ തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. എന്ന് വെച്ചാൽ കൂടുതലായിട്ടുള്ള ഷുഗർ, കൂടുതലായിട്ടുള്ള മൈദ, കൂടുതൽ റിഫൈൻഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് അമേരിക്കയിൽ തടിച്ചടിച്ച് വരുന്നത്. അതേസമയത്ത് ജപ്പാനിൽ നോക്കുമ്പോൾ കൂടുതൽ വെജീസ്, സാലഡ്സ് അങ്ങനെ സാധനം കിട്ടുന്നതുകൊണ്ട് അവരുടെ വെയിറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. എന്നിരുന്നാലും നമ്മൾ എത്രയൊക്കെ ഇതിനെ ബാധിച്ചാലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇറ്റ്സ് ഓൾ അബൌട്ട് നമ്മുടെ പേഴ്സണൽ ചോയ്സസ്. ഇപ്പൊ ഞാനിപ്പോ ഞാൻ തടിച്ചിട്ടുള്ള ഒരാളായിരുന്നു. ഞാൻ 105 കിലോ ഉണ്ടായിരുന്നു. അപ്പോ ആ സമയത്ത് എന്റെ ഉണ്ടായിരുന്ന ഫുഡ് ചോയ്സസ് ഇപ്പൊ എന്റെ ഉള്ള ഫുഡ് ചോയ്സസ് തമ്മിൽ വ്യത്യാസമാണ്. അപ്പൊ നമ്മൾ ശരിക്കും ഫുഡ് നമ്മുടെ അറൗണ്ട് എത്ര മോശമായ പോലും നമ്മൾ എന്ത് ചൂസ് ചെയ്യണമെന്നാണ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇമ്പോർട്ടന്റ്. നമ്മൾ സത്യമാണ് കാലം മാറുന്നതനുസരിച്ച് നമ്മുടെ ഫുഡ് മാറി. ഓക്കെ, അതങ്ങനെ തന്നെയല്ലേ വരുള്ളൂ. നമ്മൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ വേറെ ഫുഡുകൾ കുറച്ചുകൂടി കൺവീനിയൻസ് കൂടി വരും. പക്ഷെ നമ്മളതിൽ എന്ത് ചൂസ് ചെയ്യണമെന്നാണ് സത്യം പറഞ്ഞ മാറ്റർ ചെയ്യുന്നത്. അല്ല, എന്ത് ചൂസ് ചെയ്യുന്ന പറഞ്ഞു ഓക്കെ. പക്ഷെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്താണ് നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. നമുക്ക് പറഞ്ഞ ഒരു ലൈഫുള്ളൂ. ഒരു ലൈഫിൽ ഇന്ന് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ ഒരു തലമുറ എന്ന് പറഞ്ഞാൽ മാക്സിമം എൻ്റെ ഒരു അഭിപ്രായത്തിൽ മാക്സിമം ഒരു 70 ഇയർ വരെ ജീവിക്കുള്ളൂ. ഓക്കെ, പഴയ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 80+ ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് എന്താണ്, നമ്മൾ ചിന്തിക്കണം നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ഫുഡ് കഴിക്കണം. നമ്മൾ വെറുതെ വെസ്റ്റേൺ സ്റ്റൈൽ, ഇപ്പൊ നമ്മൾ വെസ്റ്റേൺ സ്റ്റൈലാണ് ഇപ്പൊ മാക്സിമം കേരളത്തിൽ എന്താണ് കൂടുതൽ യങ്സ്റ്റേഴ്സ് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ കൂടുതലും കഴിക്കുന്നത് എന്താണ്, നോൺ വെജ് ആണ്. നോൺ വെജിലെല്ലാം വെസ്റ്റേൺ സ്റ്റൈലാണ്. ഇപ്പൊ നമ്മൾ കുഴിമന്തി പോയി കഴിക്കുന്നു, അതുപോലെ തന്നെ ഗ്രിൽഡ് ചിക്കൻ കഴിക്കുന്നു, മന്തി കഴിക്കുന്നു, പിന്നെ ചിക്കൻ 65, ഇപ്പൊ ചിക്കൻ 66, അറേബ്യൻ ഫുഡ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാഷനായി കേരളത്തിൽ. അപ്പൊ ഈ ഫുഡ് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് എന്താണ് അതുകൊണ്ട് ഗുണം? നമ്മൾ ജസ്റ്റ് കഴിക്കുമ്പോൾ നമുക്ക് ആ ടേസ്റ്റ് തന്നെ അതിനോട് കൂടി ഭയങ്കര ഒരു ഫാഷനാണ്. ഇപ്പൊ യൂട്യൂബേഴ്സ് ഒക്കെ വന്നിട്ട് നമ്മൾ ഇത് കഴിക്കുന്നു, നമ്മൾ അത് കഴിക്കുന്നു, ഫുഡ് കാണുമ്പോൾ തന്നെ ആൾക്കാർ എന്ത് ടേസ്റ്റാണ്, അപ്പൊ എനിക്കത് കഴിക്കണം എന്നുള്ള ആഗ്രഹം. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഫുഡ് നമുക്ക് കഴിക്കാം, പക്ഷെ നമ്മുടെ ടേസ്റ്റിന് വേണ്ടി വളരെ കുറച്ച് മാത്രം കഴിക്കുക. അപ്പൊ ശരിയായിട്ട് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അതിൽ നമ്മൾ പ്രോട്ടീനും അതുപോലെ തന്നെ ബാക്കിയുള്ള ഫൈബർ, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് കുറച്ച് നമ്മൾ ഫുഡ് കഴിക്കുക. നമ്മൾ ഒരിക്കലും വെസ്റ്റേൺ സ്റ്റൈലിലേക്ക് പോകരുത്. നമ്മുടെ ആ ഒരു കേരള സ്റ്റൈൽ ഫുഡുകളുണ്ട്. പഴയ കാലത്തെ ആൾക്കാർ നല്ല രീതിയിലുള്ള ഫുഡുകൾ കഴിച്ചിട്ടാണ് അവരുടെ ആരോഗ്യം എപ്പോഴും നല്ല ഫിറ്റായിട്ടിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. പക്ഷെ അതിലെന്താന്ന് വെച്ചാൽ ഞാൻ എന്റെ എതിര് പറയല്ല. പക്ഷെ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ ഭയങ്കര ബിസി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ്. എല്ലാവരും ജോലി ചെയ്യണം. ഇപ്പൊ ഒരു വീട്ടിലാണെങ്കിലും ഇപ്പൊ ഒരു കപ്പിളാണെങ്കിൽ പോലും ആണാനും പെണ്ണും രണ്ടുപേരും 9 to 5 ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ രണ്ടുപേരും വർക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഒരു പെർട്ടിക്കുലർ ഒരു പ്രോപ്പർ ഫുഡ് കുക്ക് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ടഫാണ്. അതേ സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ വെസ്റ്റേൺ ഫുഡ്സ് ആണെങ്കിൽ ഈസി ടു കുക്കാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ചൂസ് ചെയ്യണ പോലെ ഇരിക്കും. വെസ്റ്റേണിൽ തന്നെ സപ്പോസ് നിങ്ങൾ ബർഗേഴ്സ്, ഫ്രൈസ്, അതുപോലെ ഫ്രൈഡ് ചിക്കൻ ഇതൊക്കെ ഓപ്റ്റ് ചെയ്യേണ്ട പകരം ഫോർ എക്സാമ്പിൾ നിങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള സാലഡ്സ്, സ്മൂതീസ്, ഇതൊക്കെ വളരെ ഹെൽത്തി ഓപ്ഷൻ. ഈവൻ ദോ ഇതൊരു വെസ്റ്റേൺ ഫുഡ് ആണെങ്കിൽ പോലും വളരെ ബിസി ആയി ലൈഫ് സ്റ്റൈലുള്ള ആൾക്കാർക്ക് പറ്റിയൊരു ഫുഡാണ്. ഇപ്പൊ രാവിലെ നമ്മൾ ഓഫീസിൽ പോകുന്നു, സമയമില്ല, ജസ്റ്റ് കുറച്ച് ഓട്സ്, പാല്, നമ്മുടെ ഫ്രൂട്ട്സ് ഇട്ട് അടിച്ചു ബ്ലെൻഡ് ചെയ്ത് കുടിച്ചു, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷനാണ്. അതുപോലെ തന്നെ സിമ്പിളായ നമ്മുടെ റാപ്സ് ഉണ്ട്. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി അതിനകത്ത് വെജീസ് വെച്ച് അല്ലെങ്കിൽ ബോയിൽഡ് ചിക്കൻ വെച്ച് നമ്മൾ റോൾ ചെയ്ത റാപ്സ് ഉണ്ടാക്കും. അപ്പോൾ വെസ്റ്റേൺ ഫുഡിനോട് എനിക്ക് അത്ര എതിർപ്പില്ല. എന്നിരുന്നാലും
ചോയ്സസ്. പിന്നെ അച്ഛൻ പറഞ്ഞ പോലെ ഹെൽത്ത് ഇമ്പോർട്ടൻറ്റ്, ഡെഫിനറ്റ്ലി ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ്, അതിൽ ഒരു ഡൗട്ടും ഇല്ല. ലൈഫ് എന്ന് വെച്ചാൽ വളരെ ലിമിറ്റഡ് ആണ്, അതിൽ ഹെൽത്ത് എന്ന് വെച്ചാൽ അതിനും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ എന്ന് വെച്ചാൽ ആൾക്കാർ ഹെൽത്തിനെ കാണുന്നത് ജസ്റ്റ് ഒരു ആസ്തറ്റിക്സ് എന്നുള്ള രീതിയിലാണ് അല്ലെ. ഹെൽത്ത് എന്ന് വെച്ചാൽ റിപ്ഡ് ആയിരിക്കണം ബോഡി, ഭയങ്കര ഡെഫിനേഷൻ വേണം. പക്ഷെ ഹെൽത്ത് എന്ന് വെച്ചാൽ ശരിക്കും എന്താ, ശരിക്കും ഹെൽത്ത് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ നമ്മുടെ മാക്സിമം പ്രായം വരെ ആരുടെയും സഹായം ഇല്ലാണ്ട് നമുക്ക് പ്രോപ്പറായി ഇരിക്കാനും നിൽക്കാനും നമ്മുടെ മൂവ്മെന്റ്സ് വരണം. നമുക്ക് സുഖമായി നമ്മുടെ പിള്ളേരുടെ ഒപ്പം, നമ്മുടെ ഗ്രാൻഡ് ചിൽഡ്രൻസ് ഞാൻ പറയില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് നമ്മുടെ പിള്ളേരുടെ ഒപ്പം നമുക്ക് ഓടിയും ചാടിയും കളിച്ച് നിൽക്കാൻ പറ്റണം. നമ്മുടെ ഗ്രോസറീസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ മരിക്കണ കാലം വരെ ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട് നമ്മുടെ ബേസിക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. അതാണ് ഹെൽത്തിന്റെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മെയിൻ. പിന്നെ മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അലോങ് വിത്ത് ഫുഡ്, ഫിസിക്കൽ ആക്ടിവിറ്റി 0 ആണ്. ഫുഡ് ഹാബിറ്റ്സ് മോശമാണ് എന്നുപോലെ അതിന്റെ ഒപ്പം തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല. ഈവൻ ദോ നമുക്കറിയാം ചില ദിവസങ്ങളിൽ ഇപ്പൊ നമ്മൾ കൂടുതൽ ഫുഡ് കഴിച്ചാൽ അല്ലെങ്കിൽ ജങ്ക് ഫുഡ് കഴിച്ചാൽ പോലും നമ്മൾ ഹൈ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കുറച്ചെങ്കിലൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഫിസിക്കൽ ആക്ടിവിറ്റി തീരെയില്ല. ഞാനിപ്പോ എന്റെ പേജിൽ ഡയറ്റ് പ്ലാൻസ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർക്ക് ഞാൻ ചില ആൾക്കാരോട് ചോദിക്കും, ഹൗ ആക്റ്റീവ് ഈസ് യുവർ കറന്റ് ലൈഫ് സ്റ്റൈൽ. നമ്മൾ അറിയണം, നമ്മൾ മറ്റേ BMR കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയണം ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കുമ്പോൾ. അപ്പൊ ആൾക്കാർ പറഞ്ഞ റിപ്ലൈ ആണ്, ബ്രോ ഐ എം എ ഡോക്ടർ, ബ്രോ ഐ എം എൻ എഞ്ചിനീയർ. എന്ന് വെച്ചാൽ ഹൗ ആക്റ്റീവ് ഈസ് യുവർ കറന്റ് ലൈഫ് സ്റ്റൈൽ എന്ന് ചോദിക്കുമ്പോൾ അവരോട് പറയണേ ഐ എം എ ഡോക്ടർ, ഐ എം എ ലോയർ, ഐ എം എൻ എഞ്ചിനീയർ. അപ്പൊ എന്റെ ചോദ്യം അതിനിപ്പോ എന്താ, നിങ്ങൾ ഡോക്ടർ ആയിക്കോ, നിങ്ങൾ ലോയർ ആയിക്കോ, നിങ്ങൾ എഞ്ചിനീയർ ആയിക്കോ, എന്ത് വേണമെങ്കിലും ആയിക്കോ, ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് യുവർ ഫിസിക്കൽ ആക്ടിവിറ്റി. അവർ പറയുന്നത് ആ ജോലി എന്റെ അപ്പൊ അവർ ഉദ്ദേശിക്കുന്നത് അത് ജോലിനെയാണ് ഫിസിക്കൽ ആക്ടിവിറ്റി കണക്ട് ചെയ്യണം. ഇത് എന്റെ ജോലി ഇതാണ്, അപ്പൊ എനിക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല. ഞാൻ IT യിലാണ് വർക്ക് ചെയ്യുന്നത്, അപ്പൊ IT ആകുമ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ ഒരു മൈൻഡ് സെറ്റിന്റെ കളിയാണ്. ഞാൻ IT യിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ സെയിൽസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ എഞ്ചിനീയറും ആണ് അറിയാം. അപ്പൊ നമ്മൾ ഈ മേഖലയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എന്ന് വെച്ചാൽ ഇതൊരു മൈൻഡ് സെറ്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിക്ക് നിങ്ങൾ സമയം കൊടുത്തേ പറ്റൂ. അതിന് നിങ്ങളുടെ ജോലിയായിട്ട് ഒരു ബന്ധമില്ല. ജോലി എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ജസ്റ്റ് ഒരു ചെറിയൊരു പാർട്ടാണ്. ഹെൽത്ത് ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാം കൊടുക്കും. നിങ്ങളുടെ ഹെൽത്തിൽ നിങ്ങളുടെ ജോലിയില്ല, നിങ്ങളുടെ ഫിനാൻസിൽ ഒന്നുമില്ല. ആ ടൈം ഫിസിക്കൽ ആക്ടിവിറ്റി എനിക്ക് ആൾക്കാർ കുറച്ചുകൂടി ഫിസിക്കലി ആക്റ്റീവ് ആവുകയാണെങ്കിൽ ജങ്ക് ഫുഡ് കഴിക്കണോണ്ട് പിന്നെയും കൂടുതൽ പ്രശ്നമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ബാലൻസ് ഔട്ട് ചെയ്ത് പോകും. ഫിസിക്കൽ ആക്ടിവിറ്റീസ് തീർച്ചയായിട്ടും ആണ്. ഇപ്പൊ ഞാൻ എന്റെ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഞാൻ ആർമിയിൽ നിന്നാണ് റിട്ടയർ ആയത്. ആർമിയിൽ എന്താണ്, ആർമിയിൽ ഫിസിക്കൽ ഫിറ്റ്നസ് വളരെ ആവശ്യമാണ്. കാരണം ഫിസിക്കൽ ഫിറ്റ്നസ് ഇല്ലാന്നുണ്ടെങ്കിൽ ആർമി ഇല്ല. കാരണം ആർമിയിൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ്, ആർമിയിൽ 24 hours 1 hour ആർമി ജവാന് വേണ്ടിയിട്ട്, ജവാനായാലും ഓഫീസേഴ്സ് ആയാലും 1 മണിക്കൂർ അവരുടെ ഫിസിക്കൽ ഫിറ്റ്നസിന് വേണ്ടി അധ്വാനിക്കും. കാരണം ഏത് രീതിയിലായിക്കോട്ടെ, എങ്ങനെ ഫുഡ് കഴിച്ചു. പക്ഷെ അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ആർമിയിലായിരുന്നെങ്കിൽ ഈ വക ഫുഡുകളൊന്നുമില്ല. വളരെ കൃത്യമായിട്ട് ഫുഡ്, വളരെ സമയത്തിന് ഫുഡ് കഴിക്കുക. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പൊ യങ്സ്റ്റേഴ്സ് ഇപ്പോഴത്തെ കാലം എന്താണ്, ഇപ്പൊ രാത്രി വന്നു കഴിഞ്ഞാൽ 10 മണി 11 മണിക്കാണ് ഫുഡ് കഴിക്കുന്നത്. 11 മണിക്ക് ഫുഡ് കഴിക്കുന്നു. പിന്നെ മെയിൻ ആയിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ആണ്. അപ്പോൾ പെട്ടെന്ന് ഇൻസ്റ്റ എടുക്കണം, അതുപോലെ തന്നെ ഫേസ്ബുക്ക് നോക്കണം, അതുപോലെ തന്നെ യൂട്യൂബ് നോക്കണം. രാത്രി 12-1 മണി വരെ ഇതിൽ ഫുൾ ബിസിയാണ്. ഇപ്പൊ എഞ്ചിനീയർ ആയാലും ഡോക്ടർ ആയാലും അവർക്ക് അവരുടെ ഒരു 8 മണിക്കൂർ വർക്ക് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മെയിൻ ആയിട്ട് ഇതാണ്, ഈ കാര്യങ്ങളെല്ലാം നോക്കണം. ഇപ്പൊ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പൊ ഇത് നോക്കിക്കൊണ്ടാണ് ആൾക്കാർ ഫുഡ് കഴിക്കുന്നത്. അപ്പൊ ഇത് നോക്കിക്കൊണ്ട് ഫുഡ് കഴിക്കുമ്പോൾ ഫുഡിന്റെ ടേസ്റ്റ് അറിയില്ല ആർക്കും. ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും, ചിക്കൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും, ശരിക്കും ഭക്ഷണത്തിന്റെ ഫുഡ് ടേസ്റ്റ് അറിയുന്നില്ല, സ്ലോവില് ഫുഡ് കഴിക്കുന്നില്ല. അപ്പൊ ഇതൊക്കെയാണ് ഈ ഭക്ഷണക്രമങ്ങൾ മാറാനുള്ള കാര്യം. വെറുതെ പറയാ, എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് സമയം കിട്ടുന്നില്ല. ഇപ്പൊ ഡോക്ടറാണ്, എഞ്ചിനീയർ ആണ്, യാതൊരു സമയമില്ല ബ്രോ, എനിക്ക് വന്നിട്ട് അതായത് ഫിസിക്കൽ ഫിറ്റ്നസ് ചെയ്യാൻ സമയമില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ ബോഡി ഫിറ്റ് ആവണം, എനിക്ക് അധ്വാനിക്കാൻ കഴിയില്ല. അത് വെറും ഒരു മോശമായ ഒരു കൺസെപ്റ്റാണ്. എൻ്റെ അഭിപ്രായത്തില് ഏതൊരു വ്യക്തിയും ഇന്നിപ്പോ ഏജ് നോക്കേണ്ട കാര്യമില്ല. മിനിമം ഒരു 18 yearsന് ശേഷം ഇനിയിപ്പോ ഒരു 70+ ആയ ഒരു വ്യക്തി ആയാലും സ്വന്തം കാര്യത്തിന് വേണ്ടി അറ്റ്ലീസ്റ്റ് ഒരു 45 minutes സ്വന്തം കാര്യത്തിന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യമുള്ള ഫുഡ് ഓക്കെ, ഫുഡ് ലൈഫ് സ്റ്റൈല് മാറി, എന്ത് ഫുഡും കഴിക്കാം, പക്ഷെ വളരെ കുറച്ച് മാത്രം കഴിക്കാം. ടേസ്റ്റിന് വേണ്ടി കുറച്ച് കഴിക്കുക. മെയിനായിട്ട് ഇതുപോലെ എന്താ പറയുക, ജിതിൻ പറഞ്ഞതുപോലെ പച്ചക്കറികൾ, കാര്യങ്ങൾ നമ്മൾ ഇപ്പൊ എന്താണ് നമ്മുടെ ശരീരത്തിന് ആവശ്യം, ആ ആവശ്യത്തിൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ഇതിൽ ഒരു വിധത്തിൽ നമ്മൾ യാതൊരു വക കോംപ്രമൈസും ചെയ്യാൻ പാടില്ല. അത് ഒരു വ്യക്തി വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. വെറുതെ പറയാണ് സമയമില്ല നമുക്ക്. പിന്നെ അച്ഛൻ പറഞ്ഞത് ഫോൺ നോക്കി അല്ലെങ്കിൽ നമ്മൾ സ്ക്രീൻ നോക്കി കഴിക്കണത്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഞാൻ തന്നെ ഒരു പോയിന്റിൽ, ഞാൻ തടിച്ചിരുന്ന കാലത്ത് തന്നെ നമ്മള് മിർനാളിന്റെ ഒക്കെ
നമ്മൾ മിർനാളിലേക്ക് വീഡിയോ വെച്ചിട്ട് അവൻ ഫുഡ് കഴിക്കുന്നത് അത് വെച്ചിട്ട് കണ്ടിട്ടാണ് നമ്മൾ കഴിക്കുക. സത്യം പറഞ്ഞ ഞാൻ ഇപ്പോ അച്ഛൻ നോക്കിയിട്ട് ഞാൻ സ്ക്രീൻ യൂസ് ചെയ്യാറില്ല. ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ എപ്പോഴും ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കും. ഞാൻ ബെഡിൽ കഴിക്കുന്നു, സോഫയിൽ കഴിക്കുന്നു നിർത്തി. ഞാൻ ടേബിളിൽ ഇരുന്ന് കഴിക്കുന്നു. എന്താ വ്യത്യാസം എന്ന് പറയാം എനിക്ക് രണ്ടിൽ നിന്ന് വ്യത്യാസം. നമ്മളൊരു സാധനം കണ്ടിട്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ നമുക്ക് ആ ഫുഡിന്റെ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, അതിലൊരു കൺട്രോൾ ഇല്ല. ടേസ്റ്റ് അറിയുന്നില്ല ഒരു കാര്യം, ക്വാണ്ടിറ്റിയിലും കൺട്രോൾ ഇല്ല. നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം. മീൻസ് നമ്മുടെ ബോഡി സിഗ്നൽ ചെയ്യുന്നുണ്ടാവും ചിലപ്പോ നമുക്ക് ഇത്ര ഫുഡ് മതിയെന്ന്. പക്ഷെ ആ സിഗ്നൽ നമ്മുടെ അടുത്ത് എത്തുന്നില്ല, കാരണം നമ്മുടെ ടിവിയിലാണ്. ആ സമയത്ത് ഇപ്പൊ നമ്മള് ഞാൻ പോയി മാറിയിരുന്ന് ടേബിളിൽ ഇരുന്ന് കഴിക്കുമ്പോ വെച്ചാൽ നമ്മള് അത് മാത്രമേ കഴിക്കുന്നുള്ളൂ. അതാണ് നമ്മുടെ പ്രൈമറി കൺസേൺ. അപ്പൊ നമ്മൾ വിശപ്പ് മാറുന്നത് നമുക്ക് ഓൾറെഡി അറിയുന്നുണ്ട്, ബോഡി സിഗ്നൽ ചെയ്യുന്നുണ്ട്. നമ്മൾ സത്യം പറഞ്ഞ ബോഡി നമ്മുടെ അടുത്ത് സിഗ്നൽ ചെയ്യുന്നുണ്ട് ഇത്ര കഴിച്ചാൽ മതി, വയറ് ഫുള്ളായി. പക്ഷെ ആ സിഗ്നല് എത്തുന്നില്ല ആൾക്കാരുടെ അടുത്ത്, കാരണം ആൾക്കാരുടെ മൈൻഡ് വേറെ സ്ഥലത്ത് അറ്റാച്ച്ഡ് ആണ്. അപ്പൊ ശരിക്കും സ്ക്രീൻ കട്ട് ചെയ്തിട്ട് തന്നെ നമ്മുടെ 3 നേരത്തെ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ നമ്മൾ കഴിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിലാണ് നമുക്ക് വലിയ ചേഞ്ചസ് കാണാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റ് നൈറ്റ് കഴിക്കല്. എല്ലാവർക്കും പണ്ട് മുതൽ അറിയുന്ന ഒരു സംഭവമാണ്, ആഫ്റ്റർ സൺസെറ്റ് ശരീരത്തിന് ഫുഡിന്റെ ആവശ്യമില്ല, പാടില്ല. നമ്മളിപ്പോ കഴിക്കുന്ന എത്ര 10 മണി 11 മണി 12 മണിക്കൊക്കെയാണ് ലാസ്റ്റ് മീല്. നമ്മൾ വൈകിട്ട് ഇപ്പൊ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരു 6 മണിക്ക് ജോലി കഴിഞ്ഞു 6:30 വരുമ്പോൾ എന്തെങ്കിലും പുറത്തുനിന്ന് ചായ കടി കഴിക്കും. അത് കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു 2-3 സമോസ കഴിക്കും, അല്ലെങ്കിൽ 1-2 നമ്മുടെ നാട്ടിലിപ്പോ മെയിൻ ആയിട്ട് കിട്ടുന്നത് എന്താണ്, പഴംപൊരി, പരിപ്പ് വട, അതുപോലെ തന്നെ ഉഴുന്നുവട, ഈ ഐറ്റംസ് ആണ് കിട്ടുന്നത്. ചായ കുടിച്ചതിന്റെ മീതെ ചായയുടെ കൂടെ ഇതിൽ 1-2 കഴിക്കും. 7 മണിക്ക് വിശപ്പ് മാറി പിന്നെ വീട്ടിൽ വന്ന് അതുപോലെ വർത്താനം പറഞ്ഞ് TV കണ്ട് മൊബൈൽ നോക്കി രാത്രി 11 മണിക്ക് ഫുഡ് കഴിക്കും. ഇതാണ് ഏറ്റവും ഭയങ്കര ഡേഞ്ചർ സംഭവം. വൈകിട്ട് 7 മണി മാക്സിമം ഒരു 8 മണിക്ക് ശേഷം നമ്മൾ ശ്രമിക്കുക ഫുഡ് കഴിക്കുകയും ചെയ്ത്. ഇപ്പൊ നിങ്ങളൊക്കെ അങ്ങനെയായിരുന്നല്ലോ ചെറുപ്പത്തില്. നിങ്ങൾ ഇപ്പോഴും ലാസ്റ്റ് ഒരു 5 ഇയറിൽ ഞാൻ നോക്കാറുണ്ട്, വീട്ടിലെല്ലാവരും നമ്മള് മാക്സിമം 8:30-9 മണിക്കാണ് ഫുഡ് കഴിക്കാറ്. ഇപ്പൊ ഞാൻ ഓൾറെഡി കഴിച്ചു തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി തോന്നി ഈ സമയത്തിന് കുറച്ച് മുമ്പ് ഫുഡ് കഴിക്കാം. ഇപ്പൊ നമ്മളെല്ലാവരും കഴിക്കുന്നില്ല, 7:00 മുമ്പ് നമ്മൾ എല്ലാവരും ഫുഡ് കഴിക്കുന്നു. അപ്പൊ 7:00 മുമ്പ് നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ പിന്നെ ഉറങ്ങുമ്പോൾ 10 മണിക്ക് ഷാർപ്പ് നമ്മൾ എല്ലാവരും കിടന്ന് ഉറങ്ങാറുണ്ട്. 10 മണിക്ക് 7:30 ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു 2.5 മണിക്കൂർ ഗ്യാപ്പ് കിട്ടി. ഈ 2.5 മണിക്കൂറിൽ നമ്മൾ കഴിച്ച ഫുഡിന്റെ ഡൈജഷൻ ആയി ഓൾറെഡി. അപ്പൊ നമ്മൾ ബെഡിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ കഴിച്ച ഫുഡ് നമ്മൾ ഓൾറെഡി ഡൈജഷൻ ആയിട്ടാണ് നമ്മൾ ബെഡിൽ പോയിട്ട് കിടന്ന് ഉറങ്ങുന്നത്. അപ്പൊ നമുക്ക് ശരീരത്തിന് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ വളരെ ഫ്രഷ് ആയിരിക്കും, നമുക്ക് കോൺസ്റ്റിപ്പേഷന്റെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. പക്ഷെ ഇതിലൊരു ക്ലോസ് ഉണ്ട് എന്ന് വെച്ചാൽ കുറെ ആൾക്കാരൊക്കെ ക്ലോസിംഗ് ഷിഫ്റ്റ്സ് ചെയ്യണം. ഇപ്പൊ ഞാനൊരു സമയത്ത് വർക്ക് ചെയ്ത നോർമലി 2 മണി തൊട്ട് 11 മണി വരെ വർക്ക് ചെയ്യണം. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് മനസ്സിലാക്കി ചെയ്യാൻ പറ്റിയ കാര്യം വെച്ചാൽ റെസ്ട്രിക്ഷൻ ഉണ്ടെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റിയ കാര്യം ഒന്നല്ലെങ്കിൽ അവരുടെ ലാസ്റ്റ് ബ്രേക്കിൽ അവരുടെ ഡിന്നർ കഴിക്കുക. എന്നിട്ട് 11 മണി ഷിഫ്റ്റിലാണെങ്കിൽ ആൾക്ക് എന്തായാലും ഒരു ബ്രേക്ക് ഒരു 7-8 മണിക്കുണ്ടാവും, ആ സമയത്ത് കഴിക്കുക. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ സ്ലീപ്പ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ ശരിക്കും സയന്റിഫിക്കലി പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഇപ്പൊ നമ്മൾ ചേഞ്ച് ആയ ലൈഫ് സ്റ്റൈല്, നമുക്ക് എല്ലാവർക്കും ഇപ്പൊ 7 മണിക്ക് 8 മണിക്ക് കഴിക്കാൻ പറ്റില്ല. ചില ആൾക്കാർ ചിലപ്പോൾ 7 മണിക്കായിരിക്കും പണി കഴിയുന്നുണ്ടാവും. അപ്പൊ ശരിക്കും സയന്റിഫിക്കലി പറയുന്നത് വെച്ചാൽ ഫുഡ് നമ്മുടെ സ്റ്റൊമക്കിന്ന് കംപ്ലീറ്റ്ലി പോണം ഉറങ്ങണം മുന്നേ. അപ്പൊ അറ്റ്ലീസ്റ്റ് 2 to 3 hours പ്രയർ ടു സ്ലീപ്പ് കഴിച്ചാൽ മതി. അപ്പൊ ചില ആൾക്കാർ ഇപ്പൊ രാത്രി 2 മണിക്ക് എടുക്കണെന്ന് വെച്ചാൽ ആളെ ഏകദേശം 10 മണിയാകുമ്പോൾ കഴിക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ്. എന്നിരുന്നാലും അത് ശരിയല്ല സത്യം പറഞ്ഞാൽ. ശരി സൺസെറ്റിന് ശേഷം കഴിക്കാൻ പാടില്ലതാണ്. പക്ഷെ വേഴ്സ്റ്റില് നമ്മൾ ബെസ്റ്റ് ആയി നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ പറയാം, നമ്മൾ ഒരു 12 മണിക്ക് എടുക്കുന്ന ആളാണെങ്കിൽ ഒരു 3 hours പ്രയർ ഒരു 9-10 മണി കഴിക്കുക. അതന്നെ ഇതിലിപ്പോ സൊല്യൂഷൻ ഉള്ളൂ. വേറെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മൾ ശരിക്കും സെൽഫായിട്ട് നമ്മളൊരു ഡിസിഷൻ എടുക്കണം. ഓക്കെ, ഞാൻ ഇങ്ങനെ ചെയ്യാം, എനിക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഫിസിക്കൽ ഫിറ്റ്നസ് ആയാലും എനിക്ക് 1 മണിക്കൂർ പോട്ടെ, അറ്റ്ലീസ്റ്റ് ഒരു 45 മിനിറ്റ് ഞാൻ എൻ്റെ ബോഡിക്ക് വേണ്ടി എന്തെങ്കിലും ഞാൻ ചെയ്യും. ഫുഡ് ഞാൻ കൺട്രോൾ ചെയ്യും. ബാക്കി ഓക്കെ, ലൈഫ് സ്റ്റൈല് മാറി നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും കഴിക്കാം. ചിക്കൻ 65 66 67 വരാൻ പോകും. എന്ത് നമ്മൾ കഴിക്കാം, പക്ഷെ കൺട്രോൾ ചെയ്ത് കഴിക്കാം, വളരെ കൺട്രോൾ ചെയ്ത് കഴിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അപ്പൊ ഇതിനോട് ഈ ഒരു രീതിയിലേക്ക് ആൾക്കാർ മാറണം. അപ്പൊ ഈ രീതിയിലേക്ക് മാറണമെങ്കിൽ എന്തുണ്ടാവണം, സ്വന്തമായിട്ട് തീരുമാനം എടുക്കണം. അല്ലാതെ മറ്റൊരാൾ പറഞ്ഞ് കേട്ടുകൊണ്ടൊന്നും രക്ഷയില്ല. ഞാൻ നാളെ മുതൽ തുടങ്ങാം, അല്ലെങ്കിൽ നല്ല വർഷം 2026 1 ജനുവരി മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. നോ, ഇപ്പൊ നിങ്ങൾക്ക് തുടങ്ങണം എന്നുണ്ടെങ്കിൽ നാളെ മുതലേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. അല്ലെങ്കിൽ ഇത് വലിയൊരു പ്രോബ്ലം ആയിട്ട് വരും, ആൾക്കാർക്ക് വലിയൊരു പ്രശ്നമായിട്ട് വരും. ഒരു 50+ ഒക്കെ ആകുമ്പോഴേക്കും ആൾക്കാർക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, യൂറിക് ആസിഡിന്റെ പ്രശ്നങ്ങൾ, ഷുഗറിന്റെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ കൊളസ്ട്രോൾ കൂടും. അങ്ങനെ പലവിധ ഫിസിക്കൽ പ്രോബ്ലംസ് വരും. അതുകൊണ്ട് നമ്മൾ ഇത് വളരെ കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ. കൺട്രോൾ ചെയ്യണം നമ്മൾ.
50+ മാത്രമൊന്നുമല്ല, ശരിക്കും പറയുകയാണെങ്കിൽ ഇന്നത്തെ ഒരു കാലത്ത് 30+ ആകുമ്പോഴേക്കും എല്ലാവർക്കും പ്രീ ഡയബറ്റിക്, തൈറോയിഡ്, പ്രീ ഡയബറ്റിക് ആണ്, തൈറോയിഡ് ആണ്, യൂറിക് ആസിഡ് ആണ്. 50 നിർത്തണ്ട, 30 തന്നെ തുടങ്ങി. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും 30 തുടങ്ങി, ഇപ്പൊ തന്നെ തുടങ്ങി. ഫുഡ് ഹാബിറ്റ്. പിന്നെ മെയിൻ സംഭവം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി, ഒരാൾക്കിപ്പോ ഒരു സാധാ ഒരാള് ആൾക്കിപ്പോ ഭയങ്കര ഒക്യുപ്പൈഡ് ഒരാളാണ്, അസ്യൂം ചെയ്യുന്നത് ഭയങ്കര ഒക്യുപ്പൈഡ് ആൾക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റിയ ഒരു ബേസിക് കാര്യം എന്തായിരിക്കും? ആൾക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ഇത്രയും പറഞ്ഞിട്ട് അവർ പറയണ എന്റെ സ്കെഡ്യൂൾ ഭയങ്കര ടൈറ്റ് ആണ്, എനിക്ക് എക്സസൈസ് ചെയ്യാൻ സമയമില്ല, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇങ്ങനത്തെ കുറച്ച് ക്ലയൻസ് വരാറുണ്ട്. എന്ന് വെച്ചാൽ അവര് പറയണ ബ്രോ എന്ത് ചെയ്താലും എന്റെ സമയമില്ല, എനിക്ക് എങ്ങനെ. പക്ഷെ എന്റെ വെയിറ്റ് ഞാനൊരു 6 പാക്ക് അല്ല പ്രതീക്ഷിക്കണം, പക്ഷെ എന്റെ വെയിറ്റ് മാനേജ് ആയിട്ടിരിക്കണം. അതിന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത്രയും ഒരു വേഴ്സ്റ്റ് സിറ്റുവേഷനാണ് നിങ്ങൾ നിൽക്കണ വെച്ചാൽ നിങ്ങൾക്ക് ആകെ ഒരു സൊല്യൂഷൻ ഉള്ളൂ. മദർ നേച്ചറിന്ന് വരുന്ന ഫുഡ് മാത്രം കഴിക്കുക, ബാക്കിയെല്ലാം കട്ട് ഓഫ് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ബോഡി ഇൻ ഷേപ്പിലേക്ക് വരും. എന്താ വെച്ചാൽ ടോൺഡ് ആവില്ല ബോഡി, ഓഫ്കോഴ്സ് ടോൺ ആവണമെങ്കിൽ ബോഡി എക്സസൈസ് ചെയ്യണം. എന്നിരുന്നാലും ഇൻ ഷേപ്പ് ആവാൻ പറ്റിയൊരു സംഭവം മദർ നേച്ചർ എന്നുള്ള ഫുഡ് മാത്രം കഴിക്കുക. എന്ന് വെച്ചാൽ എല്ലാ പ്രോസസ്ഡും എല്ലാ ജങ്കായിട്ടുള്ള ഫുഡ്, ഷുഗർ, എല്ലാ സാധനം കട്ട് ഔട്ട് ചെയ്തിട്ട് നേച്ചറിന്ന് കിട്ടുന്ന ഗ്രെയിൻസ്, ഹോൾ ഗ്രെയിൻസ് കഴിക്കുക, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്. ഇപ്പൊ നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ സോഴ്സ് അവർക്ക് മെയിൻ പ്രോട്ടീൻ സോഴ്സ് എന്നിട്ട് സോയ കഴിക്കുക, തോഫ് കഴിക്കുക, പനീർ കഴിക്കുക. നോൺ വെജ് ആണെങ്കിൽ മീറ്റ് കഴിക്കുക, എഗ്സ് കഴിക്കുക. ഇതിന്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ഡയറ്റിന് ചുരുക്കാണെന്ന് വെച്ചോ. എന്ന് വെച്ചാൽ പ്രോസസ്ഡ് എല്ലാം നിർത്തി, ജങ്കെല്ലാം നിർത്തി, നാച്ചുറൽ ഫുഡ് മാത്രം ആക്കി കഴിഞ്ഞാൽ പോലും എനിക്ക് തോന്നണ ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരെ വെയിറ്റ് കവർ ആവും സത്യം പറഞ്ഞു. പിന്നെ അതിന് മേലെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ യെസ് ഓഫ് കോഴ്സ് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആണ്. പക്ഷെ എന്നിരുന്നാലും ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് തോന്നണ പിന്നെയും പറ്റും, പിന്നെയും ഹെൽത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. പക്ഷെ അത് നമുക്ക് സ്വന്തമായിട്ടൊരു നമ്മുടെ ഒരു വിചാരം വരണം. ഓക്കെ, എന്റെ എന്താ പറയുക, ഫിസിക്കലി ഞാൻ ഭയങ്കര മോശമാണ്, ഞാൻ എന്റെ ഓവർ വെയിറ്റ് ആണ്. ഒരിക്കലും ഓവർ വെയിറ്റ് ആവാൻ സമ്മതിക്കരുത്. ഇപ്പൊ ഒരു 5 കിലോ വെയിറ്റ് കൂടിയാൽ തന്നെ നമ്മൾ ജസ്റ്റ് പറയുന്നുണ്ട്, ഇപ്പൊ എന്താ പറയുക, BMI പറയുന്നുണ്ട്, ബോഡി മാസ് ഇൻഡെക്സ് പറയുന്നുണ്ട്. അത് നമുക്ക് ശ്രദ്ധിക്കാം. ഇപ്പൊ അതിനൊക്കെ നമ്മളിപ്പോ കാൽക്കുലേറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ BMI കാൽക്കുലേറ്റർ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എത്ര വെയിറ്റ് എന്നുള്ളത് നമുക്കറിയാം. തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മൾ എന്തെല്ലാം ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഫുഡ് നമ്മൾ കൺട്രോൾ ചെയ്യുക. കൺട്രോൾ ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മുടെ വെയിറ്റ് നോക്കുക. ഇപ്പൊ ഒരു 75 kg ഉള്ള ഒരാള്, ഇപ്പൊ ആളുടെ BMI അനുസരിച്ചിട്ട് ഒരു 70 കിലോ വേണം, 5 കിലോ കുറയ്ക്കണം. 5 കിലോ കുറയ്ക്കാന്ന് പറഞ്ഞാൽ ഒരാഴ്ച മൊത്തം പട്ടിണി കിടക്കരുത്. കുറേശ്ശെ അതായത് ഒരു മാസം 1 കിലോ, ആ ഒരു ടാർഗറ്റ് വെക്കുക. ഞാൻ ഒരു മാസം 1 കിലോ, ഒരു 5 മാസം കൊണ്ട് നമുക്ക് ഓരോ കിലോ കുറച്ചിട്ട് നമുക്ക് 70 കിലോയിലേക്ക് വരണം. അപ്പൊ നമ്മുടെ ബോഡി വെയിറ്റ് എത്രയാണ് നമുക്ക് ഓതറൈസ്, ആ വെയിറ്റിലേക്ക് നമ്മൾ വരിക. പിന്നെ നമ്മൾ കൺട്രോൾ ചെയ്യുക. കൺട്രോൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുന്നോട്ട് പോവാം. നമുക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. അതാണ് വേറെ പ്രശ്നം. എന്ന് വെച്ചാൽ വെയിറ്റ് കുറയ്ക്കാന്ന് വെക്കുമ്പോൾ ആൾക്കാർ എക്സ്ട്രീം സ്റ്റെപ്സിലോട്ട് വാട്ടർ ഡയറ്റിലോട്ട് പോവുക, പിന്നെ അല്ലെങ്കിൽ ഫുഡ് ഡയറ്റിലോട്ട് മാത്രം പോവുക, അങ്ങനെ എക്സ്ട്രീമിലോട്ട് പോകും. ഇത് ശരിക്കും എന്താ പറയുക, ഫിറ്റ്നസ് ഒരു ഡെസ്റ്റിനേഷൻ അല്ല, അതൊരു ജേർണിയാണ് അല്ലെ, അതൊരു ലൈഫ് സ്റ്റൈലാണ്, അതൊരു ജേർണിയാണ്. അതല്ലാണ്ട് ഒരു പെർട്ടിക്കുലർ ടാർഗറ്റ് അല്ല ഫിറ്റ്നസ് എന്ന് വെച്ചാൽ 3 മാസത്തിൽ അവിടെ എത്തിക്കും, 6 മാസം അങ്ങനെയല്ലല്ലോ ശരിക്കും. ഇങ്ങനത്തെ ക്യുക്ക് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഈ മറ്റേ ഹെർബൽ ലൈഫുകൾ, മറ്റേ പൊടികൾ കലക്കി കൊടുക്കുന്നതും ഫാറ്റ് ബേൺ, ഇതൊക്കെ കഴിക്കുന്നതുകൊണ്ടാണ് മിക്ക ആൾക്കാർക്ക് ഈ ഫാറ്റ് ലോസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചില്, സ്കിന്നിന്റെ ഗ്ലോ പോവുക, സ്കിന്നിന് പ്രശ്നങ്ങള്, പിന്നെ മറ്റേ കിഡ്നിക്ക് പ്രശ്നം, ചുക്കായി വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ. ഇതൊക്കെ ചുക്കായി വെയിറ്റ് ലോസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ്. എന്ന് വെച്ചാൽ ആൾക്കാർക്ക് നാച്ചുറൽ വേ അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഇൻസ്റ്റന്റ് റിസൾട്ട് വേണം. എല്ലാം ഇൻസ്റ്റന്റ് ആയിരിക്കണം. ഫുഡ് ഓർഡർ ചെയ്ത് ഫുഡ് അതെല്ലാം ഇൻസ്റ്റന്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി അത്ര പ്രതീക്ഷിച്ചാൽ സത്യം പറയാം. കാരണം നമ്മളിപ്പോ ഫുഡ് ഓർഡർ ചെയ്യാണ്, ഇപ്പൊ നമ്മൾ സൊമാറ്റോയിൽ കേട്ട് ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഫുഡുകൾ സംഗതി നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ. പക്ഷെ ആ ഒരു ടേസ്റ്റിന് വേണ്ടി എന്തെല്ലാം സാധനങ്ങൾ ചേർക്കുന്നത്, ഇതെല്ലാം നമ്മൾ അടിച്ചു കയറ്റില്ല. ഇതെല്ലാ ഫുഡുകളും നമ്മൾ കഴിച്ചു, 12 മണിക്ക് രാത്രി ഫുഡ് കഴിച്ചു, പിന്നെ നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങി. ഇപ്പോ സാധാരണ ജോലി ഇല്ലാത്ത പിള്ളേർ ഇപ്പോ 2 മാസം മുടക്കുണ്ടായിരിക്കും, വെക്കേഷനിൽ മുടക്കുണ്ടായിരിക്കും, 11 മണി വരെ ഫുഡ് കഴിക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് 1 മണി വരെ മൊബൈലിൽ ഇരുന്ന്, പിന്നെ രാത്രി 1 മണിക്കാണ് കിടന്നുറങ്ങുക, പിന്നെ രാവിലെ 11-12 മണി വരെ കിടന്നുറങ്ങും. ഏറ്റവും ഡേഞ്ചറാണ്. കാലത്തെന്ന് പറഞ്ഞാൽ 6 മണിക്ക്, മാക്സിമം 7 മണിക്ക് ശേഷം കിടന്നുറങ്ങുന്ന ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും. ഫിസിക്കലി ഭയങ്കര പ്രോബ്ലം ഉണ്ടാവും, കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലം ഉണ്ടാവും, അവർ ഓട്ടോമാറ്റിക്കലി തടി കൂടും. അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, സ്വന്തമായിട്ട് നമ്മളൊരു തീരുമാനം എടുക്കുക. ഓക്കെ, ഞാനിപ്പോ എനിക്ക് പറ്റാവുന്ന, ഇപ്പൊ ഞാനിപ്പോ എന്താ പറയുക, എന്റെ ഫ്രണ്ട്സുകൾ പറയും എനിക്ക് രാത്രി ഒരു 7 ചപ്പാത്തി കഴിക്കണം.
7 ചപ്പാത്തി കഴിച്ചാലേ എനിക്ക് ഒരു സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പറയാം 7 ചപ്പാത്തി മിനിമം ആക്കുക. ഒരു 3 ചപ്പാത്തി എന്ന് പറയുന്ന കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നിങ്ങൾ ചപ്പാത്തി കഴിക്കുകയാണെങ്കിൽ 3 എണ്ണം കഴിക്കും. ഇപ്പൊ നമ്മള് കേരളീയൻസ് എന്താണ് മെയിനായിട്ട് ഇഡ്ഡലിയാണ്, ദോശയാണ്, നല്ല ചട്നി, അതിനോടുകൂടെ നല്ല കറി, ഒരു മുട്ട ആംപ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പറയും പോരട്ടെ ഒരു 5 ചപ്പാത്തി അല്ലെങ്കിൽ ഒരു 5 ദോശ എടുത്ത് കഴിക്കും. പക്ഷെ 5 ദോശ എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് മൊത്തമല്ല നമ്മുടെ ശരീരത്തിൽ കയറുന്നത്. 3 എണ്ണം കഴിക്കുക. ഒരു 3 ദോശ, അതിനോടൊപ്പം തന്നെ ഒരു മുട്ട പൊഴിക്കുന്നത് കഴിച്ചു. ഒരു 2 മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾ ഈ കഴിച്ചത് കംപ്ലീറ്റ് ഡൈജസ്റ്റ് ആയി. അത് കഴിഞ്ഞിട്ട് 2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും നിങ്ങൾ ഉറക്കം കഴിച്ചോ. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ എന്താണ് മലയാളീസ് ചെയ്യുന്നത്? ചോറ്, ഒരു 2 പ്ലേറ്റ് ചോറ്, ഒരു പ്ലേറ്റ് ചോറ് ഇട്ട് പിന്നെ ബീഫ് ഫ്രൈ, അതിനോട് കൂടെ ചിക്കൻ ഉണ്ടായിരിക്കും. അപ്പൊ അത് കഴിച്ച് നല്ല ടേസ്റ്റ് അല്ല, കുറച്ചും കൂടെ ചോറ് ഇടും. അപ്പൊ എത്ര ചോറ് കഴിച്ചിട്ട് ഈ ചോറ് കഴിച്ചതിന് ശേഷം പിന്നെ വയറൊക്കെ നിറഞ്ഞ്, അതാണ് മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ വയറുള്ളത്. ഇപ്പൊ ഞാൻ ആർമിക്കാരനായതുകൊണ്ട് പറയുകയാണ്, കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും നമ്മൾ പോയിട്ട് ഏറ്റവും കൂടുതൽ വയറുള്ളത് മലയാളികളാണ്. ഇതിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻസിലുണ്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ മലയാളികൾക്കാണ് വയറ്. കാരണം ഇതാണ്, നമ്മൾ വളരെയധികം ചോറ് കഴിക്കുന്നത്. അത് കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ചോറ് എന്ന് പറഞ്ഞാൽ വൈറ്റ് റൈസ് ആണ്. വൈറ്റ് റൈസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ GI ഏറ്റവും കൂടുതലാണ്. എന്നാൽ ബ്രൗൺ റൈസ് കഴിക്കണം, കുറച്ച് ബ്രൗൺ റൈസ് കഴിക്കുക. അപ്പൊ പറഞ്ഞു ബ്രൗൺ റൈസ് ടേസ്റ്റ് ഇല്ല. ബ്രൗൺ റൈസ് കൂടുതൽ കഴിക്കാൻ പറ്റില്ല. അല്ല, കൂടുതൽ കഴിക്കാൻ പറ്റില്ല, കുറച്ച് കഴിക്കുക. പക്ഷെ ബ്രൗൺ റൈസും വൈറ്റ് റൈസിനെ അപേക്ഷിച്ച് ബ്രൗൺ റൈസ് നല്ലതാണ്, കാരണം ഫൈബർ അതിൽ കൂടുതലാണ്. അതുകൊണ്ടാണ് ബ്രൗൺ റൈസ് ഫൈബർ കൂടുതലായതുകൊണ്ട് അത് എറ്റ് എ ടൈം കൂടുതൽ കഴിക്കാൻ പറ്റില്ല. കുറച്ച് കഴിക്കുമ്പോഴേക്കും കുറച്ച് കഴിച്ചാൽ മതിയല്ലോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തുണ്ടല്ലോ, നമ്മളിപ്പോ നമ്മളെല്ലാവരും എല്ലാവർക്കും ചാറ്റ് ജി പി ടി അറിയാം. എത്ര ബേസിക് ന്യൂട്രീഷൻ നോളജ് സത്യം പറഞ്ഞ എല്ലാവർക്കും വേണം ഇന്നത്തെ കാലത്ത്. അത് നമ്മളിപ്പോ ഗൂഗിളിലൊന്നല്ല, സാധാ ചാറ്റ് ജി പി ടി അടിച്ചത് തന്നെ. എന്ന് വെച്ചാൽ ഒരാൾക്ക് ബേസിക് ആയിട്ടുള്ള ആളുടെ BMI എത്രയാണ്, ആൾ എത്ര മാക്രോസ് ആണ് കഴിക്കുന്നത്, എന്താണ് കാർബ്, എന്താണ് പ്രോട്ടീൻ, എന്താണ് ഫാറ്റ്, എന്താണ് ഇതിന്റെ ഞാൻ പറയുന്നില്ല ഒരു ന്യൂട്രീഷണൽ എക്സ്പേർട്ട് ആണെന്ന് ഞാൻ പറയില്ല. പക്ഷെ ബേസിക് ഒരു ഐഡിയ ഒരാൾക്ക് ഉണ്ടാവണം. ഒരാൾ ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം ഫുഡ് കഴിക്കുമ്പോൾ അവന് ബേസിക്കലി ഒരു ഐഡിയ വേണം. ഞാൻ അപ്രോക്സിമേറ്റ്ലി നമ്മുടെ എസ്റ്റിമേറ്റഡ് ഞാൻ ഏകദേശം ഇത്രയൊക്കെ തന്നെ കഴിച്ചു, ഞാൻ ഇത്ര കാർബ് കഴിച്ചിട്ടുണ്ട്, ഇത്ര ഫാറ്റ് കഴിച്ചിട്ട്, ഇവിടെ ഏത് ഫുഡിന് എന്താണ് കിട്ടുന്നത്, ഏത് ഫുഡിലാണ് ഇതൊക്കെ എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഇത് വളരെ ബേസിക് നോളജാണ്. നമ്മുടെ കണക്കറിയണ പോലെ തന്നെ ഒരു മാത്സ് എങ്ങനെയുള്ള ഒരാൾക്ക് അറിയാം കണക്ക്, അതുപോലെ തന്നെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ ബേസിക് ആയിട്ടൊരു നോളജാണ് അല്ലേ. ഇതൊക്കെ ശരിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു സ്കൂളുകളിലും വേണമെങ്കിൽ ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കണം സത്യം പറഞ്ഞാൽ. ഇത് മെയിൻ ആയിട്ട് പറഞ്ഞാൽ ഇതിന്റെ ഒക്കെ റിസോഴ്സ് നമുക്ക് ഗൂഗിൾ ക്രോമിൽ കയറോ, ഏതെങ്കിലും ഇപ്പൊ ചാറ്റ് GPT അതല്ലാന്നുണ്ടെങ്കിൽ ജെമിനിയിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽ അറിയാം. ഇപ്പൊ ഒരാളോട് ചോദിക്കേണ്ട ആവശ്യമില്ല, സ്വന്തമായിട്ട് എല്ലാം കണ്ടുപിടിച്ച് സ്വന്തമായിട്ട് അറിഞ്ഞ് നമുക്ക് എത്ര പ്രോട്ടീൻ വേണം, എത്ര ഫാറ്റ് വേണം, എത്ര കാർബോഹൈഡ്രേറ്റ് വേണം, എത്ര കലോറി. ഇപ്പൊ നമ്മൾ ഫിസിക്കൽ ഫിറ്റ്നസ് ചെയ്യുന്ന ഒരാൾക്ക് കലോറി ഓട്ടോമാറ്റിക്കലി കൂടുതൽ വേണം, ആൾക്ക് പ്രോട്ടീൻ ഓട്ടോമാറ്റിക്കലി കൂടുതൽ വേണം. ഫിസിക്കൽ ഫിറ്റ്നസ് ചെയ്യാത്ത ആൾക്കാർക്ക് എന്താണ് നോർമൽ, എല്ലാവർക്കും അറിയാം എന്താ ഫുഡ് കഴിക്കും. എന്നിരുന്നാലും ഒരു ബേസിക് ഐഡിയ എല്ലാവർക്കും വേണം, എന്തായാലും ഒരു ബേസിക് നോളജ് വേണം. കാരണം അതല്ലാണ്ട് ഞാൻ ഡയറ്റ് എടുക്കുന്നില്ല അപ്പൊ പിന്നെ എനിക്കിതൊന്നും അറിയേണ്ട ആവശ്യമില്ല, അതൊരു തെറ്റായ ചിന്ത സത്യം പറഞ്ഞു. അപ്പൊ ഞാൻ പറയാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് വെറുതെ വീഡിയോസ് കുറെ റീൽസ് കണ്ടുകൊണ്ടായില്ല. നമ്മുടേതായിട്ടുള്ള ഒരു നമ്മള് ഫിസിക്കലായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെ വീട്ടുകാരായിക്കോട്ടെ, നമ്മൾ 10 ദിവസം വയ്യാതെ കിടന്നു കഴിഞ്ഞാൽ 10 ദിവസം കഴിഞ്ഞാൽ 10 ദിവസം വരെ നോക്കുക, അത് കഴിഞ്ഞാൽ തോന്നുവോ ഇത്രയായി ഇപ്പൊ പ്രശ്നമാണ്. കാരണം നമ്മുടെ ശരീരത്തിന് നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ ഫിസിക്കലി ഫിറ്റ്നസ് അല്ലേ പിന്നെ മറ്റുള്ളവർക്കാണ് അത് പ്രശ്നം. ആ ഒരു മൈൻഡ് നമ്മൾ അതിൽ കോൺഷ്യസ് ആയിരിക്കണം കറക്റ്റ് ആയിട്ട്. ഞാൻ മര്യാദയ്ക്ക് നടന്ന് അധ്വാനിക്കാൻ എനിക്ക് കഴിവുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ മക്കളെ നോക്കാൻ എനിക്ക് കഴിവുണ്ടോ, എൻ്റെ ഭാര്യയെ നോക്കാൻ കഴിവുണ്ടോ, അപ്പൊ അതാണ് എനിക്ക് നോക്കേണ്ടത്. അത് നാളെ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ 10 ദിവസം വരെ ഓക്കെ, 1 മാസം വരെ ഓക്കെ, 2 മാസം 3 മാസം എനിക്ക് വയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളെല്ലാവരും വെറുക്കും. അപ്പൊ അത് ഇത് മനസ്സിൽ വെക്കുക. മനസ്സിൽ വെച്ചിട്ട് ഫസ്റ്റ് നമ്മുടെ ശരീരത്തിനെ നമ്മൾ ഫിറ്റ് ആയിട്ട് നടക്കുക. അത് മറ്റൊരാൾ പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് ഇതൊക്കെ ഞാനൊരു കാര്യം ചെയ്യാം, എന്തായാലും 2025 കഴിയാൻ പോകും, അടുത്ത വർഷം മുതൽ 1-ാം തീയതി മുതൽ ഞാൻ തുടങ്ങും. ഇത് വളരെ മോശമായ കൺസെപ്റ്റാണ്. നിങ്ങളുടെ മനസ്സിൽ ഉദിക്കുന്നുണ്ടോ, നിങ്ങൾ ചിന്തിക്കുക, ഞാൻ നാളെ മുതൽ തുടങ്ങും, നാളെ മുതൽ ഞാൻ എൻ്റെ ഫുഡ് കൺട്രോൾ ചെയ്യും. കാലങ്ങൾ മാറി, ഫുഡുകൾ മാറി. ഇപ്പൊ ഏത് രീതിയിൽ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ രാത്രി 12 മണിക്ക് നമ്മൾ ഫുഡുകൾ വരും, ഓക്കെ.
പൈസ കൊടുത്ത ഫുഡ് വരും, നല്ല സുഖമാണ് വീട്ടിലിരുന്ന് ഫുഡ് വരുത്തി കഴിക്കുക, ഒന്നും വെച്ച് വിളമ്പറ്റ. അവൻ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ലേഡീസിന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ച് ഒരു സാമ്പാർ ഉണ്ടാക്കണം 2 മണിക്കൂർ വേണം, അത് അരച്ച് എല്ലാം വറുത്ത് പൊരിച്ച് വരുമ്പോൾ അത് എന്തിനാ അതിന്റെ ആവശ്യമുള്ളത്? നേരെ ഓർഡർ ചെയ്യുന്നു, സാധനം വരുന്നു, കഴിക്കുന്നു. പിന്നെ ആകെ എനിക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് വയ്യ, ഓടാനും വയ്യ, എക്സസൈസ് ഒന്നും ചെയ്യാൻ വയ്യ, അതല്ലാതെ പിന്നെ നോക്കും സോഷ്യൽ മീഡിയയിൽ എന്താണ് ഇവൻ ചെയ്യുന്നത്. ചേട്ടാ അങ്ങനത്തെ ബ്രോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കൊണ്ടുപോവാ, എനിക്ക് അധ്വാനിക്കാതെ എന്റെ ശരീരം ഫിറ്റ് ആവണം. മാജിക് പില്ല് കൊണ്ടുപോവാ, ഒന്നും പറ്റില്ല. എല്ലാവിധ റിസോഴ്സും നിങ്ങൾക്ക് കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ സ്വന്തമായിട്ട് സെർച്ച് ചെയ്യുക, കണ്ടുപിടിക്കുക. നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ ഹൈറ്റ് എത്രയാണ്, അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ബോഡിയെ കൺട്രോൾ ചെയ്യുക. ഏറ്റവും നല്ലൊരു കാര്യമാണ്, അതാണ് ഏറ്റവും നല്ല. ഒരു ഡോക്ടറെ അടുത്തേക്ക് പോകേണ്ട ആവശ്യം, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം. അപ്പോ ഇന്നത്തെ നമ്മുടെ ആ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ നല്ലൊരു ടോപ്പിക്കാണ്. പക്ഷെ എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർ സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കുക. നമ്മള് വെസ്റ്റേൺ കൾച്ചറിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, പക്ഷെ ഞാൻ പറഞ്ഞില്ല വെസ്റ്റേൺ കൾച്ചറിലോട്ട് പോണതിന് തെറ്റില്ല. പക്ഷെ ചൂസ് ചെയ്യണ ഫുഡ് ചൂസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, കാരണം ഞാൻ പറഞ്ഞില്ല നേരത്തെ, നമ്മുടെ സൊസൈറ്റി വൈസ് നമ്മള് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഗ്ലോബലൈസേഷൻ വരികയാണ്, കൾച്ചർ മിക്സ് ആവുകയാണ്, ഫുഡുകൾ മിക്സ് ആവുകയാണ്. ഞാൻ ഒരിക്കലും ഇങ്ങനെ പറയില്ല നമ്മൾ കേരളക്കാരാണ്, അപ്പൊ നമ്മുടെ കേരളത്തിലെ ഫുഡ് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് വെക്കണം, നമ്മുടെ ഹെൽത്തി ഫുഡ് മാത്രം കഴിക്കണം, അങ്ങനെയൊന്നുമില്ല. അതല്ലാതെ പോലും വെസ്റ്റേൺ ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും പ്രോപ്പറായ ഹെൽത്തി ആയ ഓൾട്ടർനേറ്റീവ്സ് എടുക്കുക, ന്യൂട്രീഷനെ കുറിച്ച് ബേസിക് ആയി മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങളുടെ, കാരണം ഞാൻ ഒരിക്കലും ഇത് ഫോഴ്സ് ചെയ്യില്ല. കാരണം എന്താ അറിയോ, ഞാനും 12 മണിക്കൂർ ഷിഫ്റ്റ് ഒക്കെ അടിച്ചിട്ടുണ്ട്. ഒരാള് 12 മണിക്കൂർ ഷിഫ്റ്റ് അടിച്ച് വരുമ്പോ അവന് സത്യം പറഞ്ഞ ഒരു മീൽ ഉണ്ടാക്കാന്ന് വെച്ചാൽ ജീവൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ സമയത്ത് സ്മാർട്ട് ആവാം. നമ്മുടെ കയ്യില് ചാറ്റ് ജിപിടി ഇരിക്കുന്നുണ്ട്, ടപ്പ് ഒരു സ്മൂതി അടിക്കുക, സ്മൂതി വന്നു, സിമ്പിൾ ആയിരിക്കും, 5 മിനിറ്റ് മതി ഒരു സ്മൂതി ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഒരു സാലഡ് ഉണ്ടാക്കണം, ചോപ്ഡ് വെജിറ്റബിൾസ് വാങ്ങി ഇട്ട് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു സൂപ്പ് ഉണ്ടാക്കണം. എന്ന് വെച്ചാൽ നമുക്ക് ക്വിക്കായി ഉണ്ടാക്കാൻ പറ്റാവുന്ന കുറെ ഫുഡ് ഉണ്ട് ഹെൽത്തി ആയിട്ടുള്ളത്. അത് ആ ഫുഡ് സെലക്ട് ചെയ്യുക, സ്മാർട്ടായി ആക്ട് ചെയ്യുക. നമ്മള് ടെക്നോളജി സ്മാർട്ടായി, എല്ലാം സ്മാർട്ടായി, ഫോൺ സ്മാർട്ട്, എല്ലാം സ്മാർട്ട് ആണ്. നമ്മൾ സ്മാർട്ട് ആവുക അതിനനുസരിച്ച് നമ്മൾ സ്മാർട്ട് ചോയ്സസ് എടുക്കുക. നമ്മൾ സ്മാർട്ട് ചോയ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്മാർട്ടായി ക്വിക്കായി നമ്മുടെ ഹെൽത്ത് മാനേജ് ചെയ്യാൻ പറ്റും. അതെ, തീർച്ചയായിട്ടും നല്ലതാണ്. അപ്പോൾ നമുക്ക് എന്താ പറയാ, ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ഇതേ പറയാനുള്ളൂ. എല്ലാവരോടും ഇതൊരു വലിയൊരു റിക്വസ്റ്റ് ആണ്. റിക്വസ്റ്റ് കൂട്ടിക്കോ നിങ്ങൾ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വരും തലമുറ, നിങ്ങളാണ് വരും തലമുറ. അപ്പോൾ നിങ്ങൾ നല്ലൊരു രീതിയിൽ നിങ്ങളുടെ ഒരു ഫുഡ് സെലക്ഷൻ, നിങ്ങൾ ഫിസിക്കലി ഒന്ന് ഫിറ്റ് ആവുക. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുക. അത് മാറ്റി വെച്ചാൽ തന്നെ നിങ്ങൾ ഒരു 6 മാസം നോക്ക്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു 6 മാസം. അത് മാത്രല്ല, എന്താ വെച്ചപ്പോ ഈ ഹെൽത്ത് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ എക്സസൈസ് ബോഡിക്കും ഡയറ്റ് ചെയ്യുമ്പോൾ വെച്ചാൽ അത് ജസ്റ്റ് നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസിന് മാത്രമല്ലല്ലോ മാറ്റണം, അത് ലൈഫിന്റെ എല്ലാ ആസ്പെക്ടിലും വരുന്നുണ്ട്. മെന്റലി ഫിറ്റ് ആവും, നമ്മുടെ വർക്കുകൾ, നമ്മൾ ചെയ്യണ വർക്കില്, നമ്മൾ ചെയ്യണ ജോലിയിൽ നമ്മൾ കുറച്ചും കൂടെ പെർഫോമൻസ് കൂടും. പിന്നെ നമ്മുടെ മൈൻഡ് കുറച്ചുകൂടി ഷാർപ്പറാണ്, നമ്മുടെ ഗോൾസ് വരും. ഈ ഫിറ്റ്നസ് എന്ന് വെച്ചാൽ എൻറ്റയർലി എല്ലാമായിട്ട് കണക്റ്റഡ് ആണ്. ഇതിനൊന്നിന് ടാപ്പ് ചെയ്യുമ്പോ ബാക്കിയുള്ള എല്ലാ സെഗ്മെന്റ്സും ടാപ്പ് ആവും. അപ്പൊ ആൾക്കാർക്ക് മെയിൻ ആയിട്ട് മനസ്സിലാവുന്നത് ഇതാണ് ശരിക്കും കോറ്. ഈ കോറിനെ നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാം അടിപൊളിയായി വരും ഓട്ടോമാറ്റിക്കലി. പക്ഷെ ഇത് ബിൽഡ് ചെയ്യുന്നില്ല, അപ്പൊ പിന്നെ ഇതെല്ലാം ഡൗൺഫോൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് മെയിൻ സംഭവം. അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ, എല്ലാവരും അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് ഹെൽത്ത് നോളജ് മനസ്സിലാക്കുക. സ്മാർട്ട് ഫോൺസ് ഉണ്ട്, ടെക്നോളജി ഭയങ്കര വളർന്നിരിക്കുകയാണ്, AIs ഉണ്ട്, യൂസ് ചെയ്യുക, സ്മാർട്ടായി യൂസ് ചെയ്യുക, സ്മാർട്ടായിട്ട് നോളജ് അക്വയർ ചെയ്യുക, അതൊക്കെ സ്മാർട്ട്ലി യൂസ് ചെയ്യുക. അത്രേ പറയാനുള്ളൂ. സ്വന്തമായിട്ട് ചിന്തിക്കുക, സ്വന്തമായിട്ട് തീരുമാനം എടുക്കുക, സ്വന്തമായിട്ട്. അല്ല, അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇത് സ്വന്തമായിട്ട് ഡിസിഷൻ തന്നെയാണ്. വേറൊരാൾ പറഞ്ഞ് മോട്ടിവേഷൻ എപ്പോഴും ഫെയ്ഡായി പോകുള്ളൂ. നമുക്കത് ഉള്ളില് തോന്നണം, അത് ശരിക്കും നമ്മളത് ഉള്ളില് കൊള്ളണം. നമുക്ക് ശരിക്കും നമുക്കത് ഉള്ളിൽ കൊണ്ടുകഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യും. മോട്ടിവേഷൻ ഇപ്പൊ വന്നിട്ട് ഇതിപ്പോ കേൾക്കുമ്പോൾ ചെറിയൊരു മോട്ടിവേഷൻ ഉണ്ടാവും. അടുത്തൊരു ഫുഡിന്റെ അടുത്ത റീല് വരും, ഈറ്റിംഗ് ലാർജസ്റ്റ് ദോശ, അത് കാണും, കഴിഞ്ഞു, അടുത്ത ദോശ ഓർഡർ ചെയ്ത് കഴിക്കും. ഇപ്പൊ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ കണ്ടില്ലേ, നമ്മൾ ആ വീഡിയോയില് കണ്ടില്ലേ, എന്താ പറയാ, ഇത് ഐസ്ക്രീം ഈറ്റിംഗ് ചാലഞ്ച്. അത് നമ്മൾ കണ്ടപ്പോ കണ്ടില്ല, ആ പയ്യൻ 12 ഐസ്ക്രീം കഴിച്ചു. 12 ഐസ്ക്രീം, ഒരു 4 ഐസ്ക്രീം കഴിച്ചതിന് ശേഷം ആ പയ്യൻ, അയ്യോ എനിക്ക് എന്തൊക്കെയാവുന്നു, എനിക്ക് കണ്ണ് കാണുന്നില്ല. അത് 12 ഐസ്ക്രീം കഴിച്ചാൽ മറ്റേ പയ്യൻ പറഞ്ഞു 7 ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് 5000 രൂപ കിട്ടും.
അതിനുശേഷം 4 ഐസ്ക്രീം കൂടെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 7,500. വളരെ കഷ്ടപ്പെട്ട് 7 ഐസ്ക്രീം കഴിച്ചപ്പോൾ അവൻ തോന്നി 5,000 കിട്ടി. അപ്പൊ അവൻ ഒരു ഐസ്ക്രീം കുറച്ചിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഈ 3 ഐസ്ക്രീം കൂടെ കഴിക്കും, നിങ്ങൾക്ക് 2,500 കൊണ്ട് തരാം. ശരി ഞാൻ കഴിക്കാം. ഇരുന്ന് അവന് ആകെ ഭ്രാന്ത് പിടിച്ചു. പക്ഷെ അത് കഴിച്ചു. പക്ഷെ 7,500 രൂപ കിട്ടി. പക്ഷെ എന്തെല്ലാം സാധനം അവന്റെ അകത്ത്, എത്ര ഷുഗർ കയറി ശരീരത്തില്. അതിനുശേഷം എനിക്ക് തോന്നുന്ന ഒരു 10 കിലോമീറ്റർ ഓടേണ്ടി വരും. 10 കിലോമീറ്റർ ഓടിയാൽ അത്രയും കലോറി കയറിയിട്ടുണ്ട്. അത് കലോറിയുടെ മാത്രല്ല, എത്ര മോശമായ ഫുഡ് ഈ ബോഡിയുടെ വില എന്ന് വെച്ചാൽ അത് കളയാണ് ഒരു ചാലഞ്ച് എന്ന് പറഞ്ഞാൽ. അവൻ വിചാരിക്കുന്നത് എത്രയോ പേര് എന്റെ വീഡിയോ കാണുന്നുണ്ട്, ഓക്കെ എനിക്ക് ഇത് എന്താ പറയാ, ഇതിൽ നിന്ന് വരുമാനം. ബോഡിയുടെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാളൊക്കെ വളരെ വളരെ ബോഡി ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവമാണ് അല്ലേ. വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് ചെയ്യുന്ന ശരീരമാണ്. ഇതിന്റെ ഓരോ ഓർഗൻസിനൊക്കെ എന്താ, നമ്മൾ ഈ കണ്ടിയുള്ള സാധനങ്ങൾ കഴിക്കുന്നു. ഈ 7,500 രൂപയ്ക്ക് നമ്മൾ ചിലപ്പോൾ ശരീരത്തിന് അതിനേക്കാളും കൂടുതൽ ഡാമേജ് എനിക്ക് കൊടുത്തിട്ടുണ്ട് സത്യം പറയുന്നത്. നമ്മളെന്ന് പറഞ്ഞാലേ സെൽഫായിട്ട് ചിന്തിക്കണം. നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നു, ഓക്കെ, അത് വളരെ ഒരു ഭാഗ്യമാണ്. എത്രയോ കുട്ടികൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന്, അതായത് പ്രസവിക്കാനാവാതെ അതിനു മുമ്പ് അബോർട്ടായിട്ട് പോകുന്നുണ്ട്. ചില കുട്ടികൾ അതുപോലെ തന്നെ വൈകല്യങ്ങളുണ്ട്. ചില കുട്ടികൾ എത്രയോ ഇപ്പൊ ഗാസയിലാണ് നോക്കുക, എത്രയോ പിള്ളേര് പിഞ്ചു കുട്ടികൾ മരിച്ചു പോകുന്നുണ്ട്. എത്രയോ ആൾക്കാർ 20 വയസ്സിന് മുമ്പ് 30 വയസ്സിന് മുമ്പ് മരിച്ചു പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന ദൈവം ഓക്കെ നമ്മളെ സൃഷ്ടിച്ചു, നമ്മൾ ഈ ഭൂമുഖത്ത് വന്നു, നമുക്ക് അത്യാവശ്യം ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് 2 കാലുമ്പോൾ നടക്കാം, നമുക്ക് കേൾക്കാം, നമുക്ക് 2 കൈയുണ്ട്, നമുക്ക് സ്വന്തം കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഈ 2 കൈയില്ലാത്ത എത്രയോ പേര് നമ്മൾ കാണുന്നുണ്ട്, ഒരു ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ബോഡി കിട്ടാന്ന് വലിയൊരു ഭാഗ്യമാണ് സത്യം. ആ ബോഡി കിട്ടിക്കഴിഞ്ഞാല് നമ്മള് ആ ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്യുക. ആ മെയിൻറ്റെയിൻ ചെയ്യാതെ പോയിട്ട് നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് പോയി പെർമനന്റ് ആയിട്ട് മരുന്ന് കഴിച്ചു, യാതൊരു ഗുണമില്ല. അല്ല, ഇത് റിഗ്രറ്റ് തന്നെയാണ്. ഇതിൽ അവസാനം ഡെത്ത് ബെഡിൽ എടുക്കുമ്പോൾ നോക്കിയാൽ മതി. തീർച്ചയായിട്ടും റിഗ്രറ്റേ വരുള്ളൂ, അല്ലാണ്ട് ഇതിലൊന്നുമില്ല. ശരിയാണ്, ലൈഫ് എന്ന് വെച്ചാൽ വളരെ ലിമിറ്റഡ് ആണ്. ഇത്രയേ ഉള്ളൂ ലൈഫ്. അതിൽ നമ്മുടെ ഫിറ്റ്നസ് നമ്മൾ എപ്പോഴും പ്രാധാന്യം കൊടുക്കണം. കാരണം ഇതിലാണ് എല്ലാം ഓടുന്നത്, ഇതിനാണ് എല്ലാം സർക്കുലേറ്റ് ആവുന്നത്. പിന്നെ തന്നെയല്ല, നമ്മള് ഫിസിക്കലി ഇപ്പൊ ഓൾറെഡി ഫിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾക്കൊരു ഇപ്പൊ ഞാനിപ്പോ എന്താ പറയാ 55+ ആണ്. ഇപ്പൊ എന്നെ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ള കൂട്ടുകാർ എന്നോട് പറയാം, നിനക്ക് കുഴപ്പമില്ല, നീ ഇപ്പൊ അത്യാവശ്യം ഫിറ്റ് ആണല്ലോ. അപ്പൊ ഞാൻ ഈ കാര്യങ്ങൾ പറയാണ്, എടാ ഞാൻ ഇങ്ങനെയാണ്, ഫുഡ് ഭയങ്കര കൺട്രോൾ ആണ്, ഓക്കെ, അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാം. അപ്പൊ ഇത് കണ്ടു വന്നു കഴിഞ്ഞാൽ നമ്മുടെ വരാൻ പോകുന്ന തലമുറയും ഒരു പക്ഷെ ഇത് കാണാം. ഓക്കെ, നമ്മൾ തടിയൊന്നും കൂട്ടണം, നമുക്ക് അതുപോലെ നോക്കണം. കാരണം ആവശ്യമില്ലാത്ത ഫുഡുകളൊന്നും കഴിക്കും. വലിയൊരു മോട്ടിവേഷൻ എപ്പോഴും വെച്ചാൽ നമ്മുടെ മേലെ നിൽക്കുന്ന ആളാണ് നമുക്ക് എപ്പോഴും മോട്ടിവേഷൻ അല്ലെ. അച്ഛൻ കൺസിസ്റ്റന്റ് ആയി വർക്ക്ഔട്ട് ചെയ്യുന്നു. ഞാൻ നോക്കുമ്പോ എന്താ, ഞാൻ ഫിറ്റ്നസ് നോക്കാത്ത കാലത്ത് ഞാൻ പറയാണ്, ഞാനിപ്പോ ഫിറ്റ്നസ് നോക്കി തുടങ്ങിയിട്ട് 4 കൊല്ലത്തിന്റെ അടുത്തല്ലായിരുന്നുള്ളൂ. അച്ഛൻ അതിന് മുന്നിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ അച്ഛൻ അന്ന് മുതലേ കൺസിസ്റ്റന്റ് ആണ്, എല്ലാ ദിവസവും ചെയ്യുന്നു. അപ്പൊ ഞാൻ അത് കണ്ടിട്ടാണ് ഞാൻ ഇതിൽ ഇറങ്ങിയത്. അപ്പൊ അതാണ് നമ്മുടെ താഴെയുള്ള ആൾക്ക് ഇൻസ്പിറേഷൻ. നമ്മളെ തടിച്ചു കൊഴുത്ത് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അഫ്കോഴ്സ് നമ്മുടെ സണ്ണിനോ അല്ലെങ്കിൽ നമ്മുടെ ഡോക്ടറിനോ നമ്മളോട് എന്ത് ഇൻസ്പിറേഷൻ ഉണ്ടാവാൻ അവന് ഒരിക്കലും ഉണ്ടാവില്ല. അതേ സമയത്ത് നമ്മൾ രാവിലെ എണീക്കുന്നു, ഒരു 50 പുഷപ്പ് അടിക്കുന്നു, വേട്ടൊക്കെ അടിക്കുന്നു കുറച്ച്. അപ്പൊ നമ്മുടെ മക്കൾ ചെറുപ്പം തൊട്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ മസിൽ മെമ്മറിയിൽ വരും. ഓക്കെ, എന്റെ അച്ഛൻ അത് ചെയ്യുന്നുണ്ട്, ഹീസ് മെന്റലി ഗുഡ് ഹെൽത്ത്, എനിക്ക് അതും വേണം. അപ്പൊ ഇത് ഡെഫിനറ്റ്ലി ഇത് ജനറേഷനിലാണ്. നമ്മൾ ഈ ജനറേഷൻ ഹെൽത്ത് കേടായി കഴിഞ്ഞാൽ നമ്മുടെ തലമുറയുടെ ഹെൽത്ത് മോശമായി തന്നെ വരുള്ളൂ. അപ്പൊ നമ്മൾ ബേസിക്കലി ജനറേഷൻ തന്നെ ഗില്ലിയാണ് എനിക്ക് മനസ്സിലാക്കിയുള്ളൂ. അപ്പൊ നമ്മൾ ശരിക്കും നമ്മുടെ താഴെയുള്ള ആൾക്കാരാണ് എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഹെൽത്ത് നോക്കിയിരിക്കും, പിന്നെ നമുക്ക് താഴെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല, തെറ്റാണ്. നമ്മളത് എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് തെറ്റ്. നമ്മൾ തടിച്ചു കൊടിച്ച് വയറായിരുന്നിട്ട് നമ്മളിവിടെ മോനോട് പറയണം അപ്പൊ എക്സസൈസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്ത് 5 മണി കയറ്റിട്ട് അവനെ വിളിച്ച് എണീപ്പിച്ചിട്ട് പറഞ്ഞു ഒരു 5 കിലോമീറ്റർ ഓടി വാങ്ങുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് അച്ഛനെന്താ ഓടാത്ത, നിങ്ങളെന്താ ഓടാത്ത എന്താ എന്നോട് പറയുന്നത്? അങ്ങനെ പാടില്ല. സ്വന്തമായിട്ട് നമ്മൾ ചെയ്യാം. അപ്പൊ അത് കണ്ടാവും. അങ്ങനെയാണ് ഇതൊരു ജനറേഷനായിട്ട് കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളും തന്നെ. ഫുഡിന്റെ കാര്യമായാലും ഏത് കാര്യമായാലും നമ്മള് വീട്ടില് സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്ത് നോക്കിയേ, ബാക്കിയുള്ളവർ കണ്ടു കഴിഞ്ഞാൽ അവർ അതുപോലെ ചെയ്യാൻ ശ്രമിക്കും. അതിൽ യാതൊരു സംശയമില്ല. ഇൻഫ്ലുവൻസ്ഡ് ആവും, കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആവും. ഇൻഫ്ലുവൻസ്ഡ് ആവും. ഇത്ര നിർത്താമോ? ഓക്കെ, ആയിക്കോട്ടെ.